2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആര് നയിക്കുമെന്നതിനെക്കുറിച്ച് ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരഞ്ഞെടുപ്പിന്റെ നയം പാർട്ടി തീരുമാനിക്കുമെന്നും ആരോഗ്യപരമായ കാര്യങ്ങൾ അനുവദിക്കുന്നിടത്തോളം താൻ പ്രചരണ രംഗത്ത് സജീവമായി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മനോരമ ന്യൂസ് കോൺക്ലേവിൽ സംസാരിക്കുകയാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തന്റെ നിലപാട് അറിയിച്ചത്. ഒരു വ്യക്തിയെ മാത്രം ആശ്രയിച്ചല്ല CPM നിലകൊള്ളുന്നത്. ദീർഘകാലം ഒരാൾ തന്നെ ഒരു സ്ഥാനത്ത് തുടരുന്ന രീതി CPMനില്ല. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിലപാടുകൾ അതായത് സമയങ്ങളിൽ പാർട്ടി തീരുമാനിക്കും. അക്കാര്യം ആദ്യം ജനമാണ് തീരുമാനിക്കുക, പിന്നീട് പാർട്ടിയും തീരുമാനിക്കും, മുഖ്യമന്ത്രി പറഞ്ഞു. തന്നാൽ കഴിയുന്ന കാലത്തോളം പാർട്ടിയെ സേവിക്കുക എന്നതാണ് തന്റെ മനോഭാവമെന്നും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ താൻ സജീവമായി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വർഗീയ ശക്തികൾക്കെതിരെ പോരാടണം. നമ്മുടെ സമൂഹത്തിൽ ഭിന്നത വളർത്താൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികളെ കുറിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചു. വോട്ടിന് വേണ്ടി ചിലർ തെറ്റായ കാര്യങ്ങൾ പല രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ജനങ്ങൾ വസ്തുത തിരിച്ചറിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. വർഗീയ ശക്തികളോടൊപ്പം ചില മതനിരപേക്ഷ ചിന്താഗതിക്കാർ ചേർന്ന് പോകുന്നത് ആപത്താണ്. തിരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾക്ക് അപ്പുറം വർഗീയ ശക്തികൾ ഉണ്ടാകുന്ന ആപത്ത് തിരിച്ചറിയാനും അവരെ എതിർക്കാനും കഴിയണം. പ്രതിപക്ഷത്തെ വിമർശിച്ച മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ വിമർശിച്ചത്. പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ ആരോഗ്യപരമല്ല. കേരളത്തിന്റെ പൊതുവായ കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷം വീണ്ടും പഴയ രീതിയിലേക്ക് മടങ്ങുകയാണോ എന്ന് സംശയമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ചും ചർച്ചയിൽ പരാമർശമുണ്ടായി. നിലവിൽ 900-ലധികം സർക്കാർ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാണെന്നും എന്നാൽ ചിലയിടങ്ങളിൽ ഇപ്പോഴും പഴയ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം സമ്മതിച്ചു. അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തിരുത്താൻ നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരു കേളിക്കൊട്ടാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDF മികച്ച വിജയം നേടുമെന്നും മുഖ്യമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. വോട്ടിനു വേണ്ടി വർഗീയ ശക്തികൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെങ്കിൽ ജനങ്ങൾ അത് തിരിച്ചറിയുമെന്നും LDF മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ വരുന്ന തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള CPMന്റെയും LDFന്റെയും നയങ്ങളെക്കുറിച്ചുള്ള സൂചന നൽകുന്നു. പാർട്ടി കൂട്ടായ തീരുമാനമെടുക്കുമെന്നും ഒരു വ്യക്തിയല്ല മുന്നണിയെ നയിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പാർട്ടിക്കായി പ്രവർത്തിക്കാൻ താൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച് ഊഹാപോഹങ്ങൾക്ക് അദ്ദേഹം വിരാമം വിട്ടു. വർഗീയ ശക്തികൾക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിയിക്കും. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. CPM പോലുള്ള ഒരു പാർട്ടിയിൽ വ്യക്തിപരമായ തീരുമാനങ്ങൾക്കപ്പുറം കൂട്ടായ നേതൃത്വത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ അടിവരയിടുന്നു. ഇത് CPMന്റെ സംഘടനാപരമായ സവിശേഷതയാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്രം തിരുത്തിക്കൊണ്ട് LDF തുടർഭരണം നേടിയപ്പോൾ അതിന്റെ പ്രധാന ഘട്ടങ്ങളിലൊന്ന് മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ പ്രതിച്ഛായയായിരുന്നു. എന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ആരെ വേണമെങ്കിലും നയിക്കാൻ കഴിയുമെന്ന് സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പ്രതിപക്ഷത്തെ ലക്ഷ്യമിട്ടായിരുന്നു. കേരളത്തിന്റെ പൊതുവായ വികസന കാര്യങ്ങളിൽ പോലും പ്രതിപക്ഷം സഹായിക്കാൻ തയ്യാറാവുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. രാഷ്ട്രീയപരമായ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യങ്ങൾക്കായി എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. എന്നാൽ പ്രതിപക്ഷം നിഷേധാത്മകമായ നിലപാടുകളിലേക്ക് മടങ്ങുന്നുണ്ടോ എന്ന് താൻ സംശയിക്കുന്നതായും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇതുവരും ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ പ്രതികരണങ്ങൾക്കും ഒരുപക്ഷെ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾക്കും വഴിവെച്ചേക്കാം. കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. വരും തിരഞ്ഞെടുപ്പുകളിൽ അവർ സ്വീകരിക്കാൻ പോകുന്ന തന്ത്രങ്ങളെക്കുറിച്ചുള്ള സൂചന കൂടിയാണ്. വർഗീയ ശക്തികളുടെ ദുഷ്പ്രചരണങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് LDF. ഈ പ്രസ്താവനകൾ ഒരു ഭരണകക്ഷിയുടെ ആത്മവിശ്വാസം മാത്രമല്ല, വരും തിരഞ്ഞെടുപ്പുകളിൽ അവർ സ്വീകരിക്കാൻ പോകുന്ന തന്ത്രങ്ങളെക്കുറിച്ചുള്ള സൂചന കൂടിയാണ് നൽകുന്നത്. ഈ രാഷ്ട്രീയ പോരാട്ടം ഇനി കൂടുതൽ ചൂട് പിടിക്കും എന്നതിൽ സംശയമില്ല.